ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹൗസ് ഓഫ് ടേസ്റ്റ്. ഹൗസ് ഓഫ് ടേസ്റ്റിന് ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ കുക്കർ ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണാൻ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ഹൗസ് ഓഫ് ടേസ്റ്റ്. പിന്നെ ഇന്നൊരു സ്പെഷ്യൽ നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഇന്ന് 1 lakh വ്യൂസ് തരുന്ന ദിവസമാണ്. അപ്പോൾ എല്ലാ വ്യൂവേഴ്സിനും എൻ്റെ താങ്ക്സ്. എല്ലാവർക്കും വൺസ് അഗെയിൻ താങ്ക് യു എവരിവൺ. അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ പോവാണ്. ആദ്യം തന്നെ 2 സ്പൂൺ മല്ലിപ്പൊടി, 4 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് മാരിനേറ്റ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അപ്പോൾ മാരിനേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് വെള്ളം ചേർക്കാം. അതിനുശേഷം ചിക്കൻ്റെ പീസ് ആഡ് ചെയ്യാം. 30 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുക. ആ സമയം കൊണ്ട് ബിരിയാണിയുടെ റൈസ് നമ്മൾ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. കുക്കറിലാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ സവോള നമ്മൾ നന്നായിട്ട് ഒരു 6 സവോള അരിഞ്ഞത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ ചിക്കനിലേക്ക് ആവശ്യമായ 2 സ്പൂൺ മല്ലിപ്പൊടി, 4 സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഇനി വേണമെങ്കിൽ കുരുമുളക് പൊടി ആഡ് ചെയ്യാം. ഞാൻ ചേർക്കുന്നില്ല. ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. കുക്കറിലേക്ക് 2 സ്പൂൺ ഗീ ആഡ് ചെയ്യാം. കുറച്ച് സൺഫ്ലവർ ഓയിൽ, 6 സവാള അരിഞ്ഞ് വെച്ചത് ചേർക്കാം. ഇളക്കിയതിന് ശേഷം കുറച്ച് ഉപ്പിടുക. ഇതിലേക്ക് പട്ട, കരയാമ്പൂ, പെരുംജീരകം ഇതെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. സവാള ജസ്റ്റ് ഒന്ന് വഴഞ്ഞു വരുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്തിരിക്കുന്ന ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്യണം. സവാള വഴന്നു വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിനകത്തോട്ട് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ആഡ് ചെയ്യാണ്. ഇതിനകത്തോട്ട് കുറച്ച് തൈര് കൂടെ ആഡ് ചെയ്യണം. 1 കപ്പ് തൈര്. കുക്കറിൽ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഒരു സ്റ്റീം വരാനായിട്ട് വെച്ചിരിക്കുകയാണ്. വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 8 കപ്പ് അരിയാണ്. അതിൽ 12 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി അത് നമ്മൾ തിളയ്ക്കാനായിട്ട് വെക്കുക. തിളച്ച് കഴിയുമ്പോൾ കുക്കർ വെച്ച് മൂടി ഒരു സിമ്മിലിട്ടിട്ട് വേവിക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കണം, അരി എന്തായാലും വെള്ളം മുകളിൽ നിൽക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ വെള്ളം തിളച്ചിട്ടില്ല. വെള്ളം തിളച്ച് കഴിയുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുക. ഉപ്പ് ഞാനിപ്പോൾ ഇവിടെ ഓൾറെഡി നമ്മൾ ചിക്കനിൽ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി റൈസിനുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. 1 സ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. കുറച്ച് നെയ്യ് അതിൻ്റെ മുകളിൽ ഒഴിക്കാം. എന്നിട്ട് തിളച്ചതിന് ശേഷം കുക്കറിനെ മൂടി ജസ്റ്റ് ഒന്ന് വേവിക്കാം. 4 മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. സവാള വാടി വരുന്നതാണ്. ഇവിടെ കുക്കർ തുറക്കാൻ പോവാണ്. ബിരിയാണി സെറ്റ് ആയിട്ടുണ്ട്. ചിക്കൻ്റെ കാലൊക്കെ നല്ലോണം വെന്ത് ഇത് ഡെക്കറേറ്റ് ചെയ്യണം. വറുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഊതറാണ്. ഇനി കാഷ്യും കിസ്മിസും കൂടി വറുക്കണം. പപ്പടം, പിന്നെ മുട്ട പുഴുങ്ങിയത് കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കുക്കർ ബിരിയാണി റെഡിയാണ്. വെള്ളമൊക്കെ വറ്റി കറക്റ്റ്. ഇപ്പം ഇറച്ചിയൊക്കെ അത് നല്ലോണം വന്നിട്ടുണ്ട്. കണ്ടോ,
കുറച്ച് വെട്ട് കിട്ടുന്നുണ്ട്. ഞാൻ അതൊരു പാത്രത്തിലേക്ക് വിളമ്പാം. കാഷ്യൂ വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കിസ്മിസും കൂടി ആഡ് ചെയ്ത് അതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്താൽ ബിരിയാണി നമുക്ക് പാത്രത്തിലേക്ക് വിളമ്പാവുന്നതാണ്.